ഹായ് ഹലോ മുത്തുമണീസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്ക് സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ വിഷുവിൻ്റെ അന്ന് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് എഡിറ്റ് ചെയ്ത് ഇടാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് കുറച്ച് ലേറ്റായി പോയി. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അന്നേ ദിവസം രാവിലെ 4 മണിക്ക് എണീച്ച് ഞാൻ കാണിയൊക്കെ ഒരുക്കി വീട്ടിൽ എല്ലാവരും വിളിച്ചോടത്തി കാണിയൊക്കെ കാണിച്ച് കുളിച്ചൊരുങ്ങി സുന്ദരിക്കുട്ടിയായി ഒരു നല്ല ചൂട് ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് നേരെ കോവിലിലേക്കാണ് കേട്ടോ പോയത്. നമുക്ക് നമ്മുടെ ലൈഫിൽ നല്ല കാര്യങ്ങളായാലും ചീത്ത കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിനെ കാണാൻ പോകാറുണ്ട് കേട്ടോ. നമ്മുടെ ലൈഫിൽ നമുക്ക് ദുഃഖങ്ങൾ വന്നാലും സന്തോഷം വന്നാലും ദൈവത്തിനെ കാണണമെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ നമ്മൾ രാവിലെ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോയത്. പോയിട്ട് നേരെ ഇനിയിപ്പം വേറെ പ്ലാനിങ് ഒന്നുമില്ല. വിഷുവായിട്ട് നമ്മുടെ കൂടെയുള്ള കുറച്ച് വേണ്ടപ്പെട്ടവർക്ക് കൈനീട്ടം കൊടുക്കുക, പിന്നെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക, പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരിക. അത്രയേ ഉള്ളൂ പ്ലാനിങ് കേട്ടോ. ക്ഷേത്രത്തിൽ നിന്ന് നേരെ ഞാനാണ് കേട്ടോ വണ്ടി എടുത്തത്. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല, ഏട്ടൻ്റെ കുഞ്ഞുങ്ങളുകൊണ്ട് എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ നല്ല ചൂടാട്ടോ. അപ്പോൾ എൻ്റെ പൊന്നോ, കേരളം മൊത്തത്തിൽ ചുട്ടുകൊള്ളുവാണ്. അപ്പോൾ ഇത് തിരുവനന്തപുരം മൂന്നാമൂടുള്ള ഒരു ജ്യൂസ് കടയാണ് കേട്ടോ. ഇവിടെ എൻ്റെ കൊച്ചുനാൾ മുതൽ എൻ്റെ അച്ഛൻ എന്നെ കൂട്ടിക്കൊണ്ട് ഇവിടെ ജ്യൂസ് കുടിക്കാൻ വരും കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ വളരെ അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ. തണ്ണിമത്തൻ ജ്യൂസ് ആയാലും എന്ത് ജ്യൂസ് കുടിക്കുന്നുണ്ടെങ്കിലും ഇവിടെ വന്നാൽ നമുക്ക് ഒരു ഗ്ലാസ് അല്ല കേട്ടോ, അതിൽ കൂടുതൽ നമുക്ക് ഒഴിച്ച് തരാറുണ്ട്. ഇവിടെ ഈ ചേട്ടൻ്റെ കടയിൽ, ഇതിപ്പോൾ ചേട്ടൻ്റെ മോനാണ് കേട്ടോ ഈ കടയിൽ ഇപ്പോൾ നിൽക്കുന്ന ചേട്ടനെ കണ്ടില്ല ഞാനിന്ന്. നമ്മൾ മിക്കപ്പോഴും ഇവിടെ വന്നിട്ടാണ് ജ്യൂസ് കുടിക്കാറ്. ഞാനിപ്പോൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോണത്. ഇവിടെ നിന്ന് ജ്യൂസും കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ചെറിയൊരു കുഞ്ഞ് കണിയാണ് കേട്ടോ അവർ ഒരുക്കി വെച്ചേക്കണത്. എൻ്റെ അമ്മയ്ക്ക് കുറച്ച് ദിവസമായിട്ട് വയ്യ, കുറച്ച് നെഞ്ചിൽ നീര് കെട്ടി കിടക്കുന്നതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എങ്കിലും അമ്മയ്ക്ക് നമ്മൾ വരുന്നത് കൊണ്ട് തന്നെ അമ്മ ചോറും പരിപ്പും തോരനും അവിയലും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്പെഷ്യലായിട്ട് വിഷുവിന് ചക്കപ്പം ഉണ്ടാക്കി വെച്ചേട്ടോ. ഇതെല്ലാം വയ്യാതെ നിൽക്കുന്ന ആളാണ് ഇതൊക്കെ ചെയ്തത്. എങ്കിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഞങ്ങൾ വരുന്നതെന്ന് അറിയുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് എൻ്റെ അമ്മ. എല്ലാ അസുഖങ്ങളുണ്ടെങ്കിലും എല്ലാം മാറ്റി വെച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് വായിക്ക് രുചിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്ന ബൈക്കും പാവയൊക്കെ എൻ്റെ വിഷുവായിട്ട് എൻ്റെ മക്കൾക്ക് എൻ്റെ അച്ഛനും അമ്മയും കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ. അവർ കുറേ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിൽ നിന്നില്ല അധികം നേരം. കുറച്ച് നേരം ഇരുന്നിട്ട് നേരെ ഇറങ്ങി വീട്ടിലേക്ക് നിന്നു. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകാൻ 22 കിലോമീറ്റർ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പല വീഡിയോയിലും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരെ വീട്ടിൽ വന്ന് വിളക്ക് തെളിയിച്ച്, നമ്മൾ വിഷുവിന് രാവിലെ വെച്ച കണിയുടെ മുമ്പിൽ വിളക്ക് തെളിയിച്ച് അത് പിരിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വന്ന് നേരെ 6-6:15 തന്നെ ഞാൻ വിളക്ക് തെളിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇന്ന് കുറേ പ്ലാനിങ് ഉണ്ടല്ലോ, ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ജിമ്മിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഇതൊക്കെ വന്ന് നേരത്തെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി പിള്ളേർക്കുള്ള ഫുഡും കൊടുത്തിട്ട് വേണം ജിമ്മിലേക്ക് പോകാം. അപ്പം ഞാൻ ഈ വീഡിയോ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ക്ഷമിക്കണം കേട്ടോ. എൻ്റെ അടുത്ത് ഞാൻ കുറച്ച് കാരണങ്ങളുണ്ടായി ചെയ്യാത്തത്. അപ്പം എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ബൈ ബൈ.